ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കോടനാട് എന്നുള്ള സ്ഥലത്തിൻ്റെ അടുത്ത് കപ്രിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു സൂവിലേക്കാണ്. കപ്രിക്കാട് മിനി സൂ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. പിന്നെ ഇവിടെ സൂ മാത്രമല്ല ഉള്ളത്, നമുക്ക് വേറെ വേറെ കാര്യങ്ങൾ വരുന്നുണ്ട്. അതായത് നമുക്കൊരു ബട്ടർഫ്ലൈ ഗാർഡൻ പോലെ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് ചില സമയങ്ങളിൽ മാത്രമാണ് അങ്ങനെ നമുക്ക് ബട്ടർഫ്ലൈസിനെ കാണാൻ പറ്റുള്ളൂ ഇവിടെ. പിന്നെ നമുക്ക് വരുന്നത് ഒരു സൂ ആണ്. അപ്പോൾ കോടനാട് എന്ന് പറഞ്ഞ സ്ഥലം നമുക്കധികം ഫേമസ് അല്ല, പക്ഷെ നമുക്ക് അതിൻ്റെ ആനസങ്കേതം അറിയാം. കോടനാട് ആനസങ്കേതം അത് ഭയങ്കര ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്, ആനകളുടെ സ്ഥലമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെയാണ് വന്നിരിക്കുന്നത്, കപ്രിക്കാട് മിനി സൂ. അപ്പോൾ നമ്മൾ ഇത് കോടനാട് നിന്ന് നമുക്ക് അധികം ദൂരമില്ല, ഒരു 2-3 കിലോമീറ്റേഴ്സ് വരുന്നുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ സൂവിലേക്ക് കയറി. കുറച്ച് മൃഗങ്ങളുണ്ട് അവിടെ. കാര്യമായിട്ട് വലിയൊരു സൂ ഒന്നല്ല, പക്ഷെ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ കുട്ടികൾക്കായാലും കാണാൻ പറ്റിയ സൂ ആണ്. പിന്നെ ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമ്മളൊരു 4 മണി 5 മണി സമയത്ത് വരികയാണെങ്കിൽ നല്ല കാറ്റും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളൊരു എന്താ പറയുക, നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്, നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ എല്ലാ സൂവിലും പോയി കാണുന്ന പോലെ നമുക്ക് ഓരോ ഏരിയ കവർ ചെയ്തിട്ട് അവിടെ നിറച്ച് മൃഗങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതൊരു നല്ലൊരു വൈബാണ് ഇവിടെ പോയിട്ട് ഇങ്ങനെ നടക്കുന്നതും കാര്യങ്ങളൊക്കെ. നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടന്നു പോവാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് ഫീസ് വരുന്നത് അഡൾട്ടിന് 15, പിന്നെ ചിൽഡ്രൻ 5 to 13 വരുന്നത് 20 റുപ്പീസുമാണ് വരുന്നത്. അത് അതിൻ്റെ ഒരു ഫീ ആണ് വരുന്നത്. സൂ, പിന്നെ നമുക്കിവിടെ പാർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് അവിടെ തന്നെ ഒരു പുഴ പോലെ വരുന്നുണ്ട്. അവിടെ ആൾക്കാർ കുളിക്കാനൊക്കെ ഇറങ്ങാറുണ്ട്, പക്ഷെ കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇപ്പോൾ ഒന്നും ഇറങ്ങാറില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഇവിടെ നടക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാത്ത ഓരോ പക്ഷികളെയും പിന്നെ അതുപോലെ മൃഗങ്ങളെയൊക്കെ നമുക്ക് ചെറിയ ചെറിയ മൃഗങ്ങളെയൊക്കെ നമുക്ക് ഇതിലൂടെ കാണാവുന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം വരുന്നത്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് ആനകളുടെയൊക്കെ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ആനകൾ ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇത് പല പല പ്രായമുള്ള ആനകളാണ്, ഇവർക്കൊക്കെ പേരും ഉണ്ട്, അതാണ് ഇവരുടെ പ്രത്യേകത. അതും നമ്മൾ സാധാരണ കാണുന്ന പോലെ വലിയ വലിയ പേരുകൾ അങ്ങനെയൊന്നുമല്ല, സാധാ നമ്മൾ മനുഷ്യന്മാർക്ക് ഇടുന്ന പേരുകളാണ് ഈ ഇവിടുത്തെ ആനകൾക്കും വന്നിട്ടുള്ളത്. പിന്നെ അവരുടെ പ്രായം അതും കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ ഇവിടെ തന്നെയാണ് വളർത്തുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ആന 52 വയസ്സുള്ള ഒരു ആനയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കിവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആനകളെ കാണാൻ പറ്റും. പിന്നെ ഒരു ഫോറസ്റ്റ് ഏരിയ പോലെ തന്നെയാണ്, അപ്പോൾ അതിൻ്റേതായ ചെറിയ ലിമിറ്റേഷൻസൊക്കെ ഇവിടെ ഉണ്ട്. ഇനി അടുത്ത പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ട്രീ ഹൗസ് ഉണ്ട്. അത് ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. നമ്മൾ ഓരോ ടൂറിസ്റ്റ് സ്പോട്ടിലൊക്കെ പോകുമ്പോഴാണ് നമ്മളങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് നമുക്ക് ഫ്രീ ആയിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കയറാം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങളും കയറി ഇതിൻ്റെ മുകളിൽ. ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് കയറുന്നതിൻ്റെ ഒരു പേടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുകളിൽ പോകുമ്പോൾ നല്ല എന്താ പറയുക, നമ്മൾ സിനിമയിൽ മാത്രം അല്ലെങ്കിൽ നമ്മൾ TV-യിൽ കണ്ട ഒരു കാര്യം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ട്രീ ഹൗസിൽ കയറിയിട്ട്. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇതൊക്കെ.
പിന്നെ നമുക്കിവിടെ പാർക്കുണ്ട്, കുട്ടികൾക്കായിട്ടുള്ള പാർക്ക്. നമ്മൾ നടന്ന് വരുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് വരുന്നത് സൂ ആണ് വരുന്നത്. പിന്നീട് നമ്മൾ കുറച്ചും കൂടെ നടന്ന് വരുമ്പോൾ നമുക്കിവിടെ പാർക്ക് കാണാൻ പറ്റും. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രീ ഹൗസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമുക്കൊരു അടിപൊളിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ, പ്രത്യേകിച്ച് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒരുപാട് ടൈം നമുക്ക് കറങ്ങാനും ഇതിനകത്ത് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം മാത്രമേ നിന്നുള്ളൂ, ഒരു 2 മണിക്കൂറാണ് ഞങ്ങൾ നിന്നത്. പക്ഷെ നിന്ന സമയം അടിപൊളിയായിരുന്നു. കുട്ടികൾക്ക് കളിക്കാനും പിന്നെ അതുപോലെ നല്ലൊരു ഇതാണ് ഇവിടെ. അപ്പോൾ ഇത് നമുക്ക് സ്ഥലം വരുന്നത് കോടനാട് അടുത്ത് കപ്രിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ ഇവിടെ ഉറപ്പായിട്ടും വന്ന് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ചാൻസ് ആയിരിക്കും നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് ഇതൊരു നല്ല സ്പോട്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടും. അല്ലാതെ നമ്മൾ ഒരുപാട് സ്ഥലം നോക്കി പോകുന്ന ആൾക്കാർക്ക് 1 ഡേ ട്രിപ്പായിട്ട് വരാനൊക്കെ